ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിവിനും വിനീതും കൂടിയിട്ട് അവരൊക്കെ തല്ലിച്ചതയ്ക്കാണ് കേട്ടോ. വിശാലിനും നല്ലത് കിട്ടുന്നുണ്ട് വിനീതിൻ്റെ കയ്യിൽ നിന്ന്. അവരെ എല്ലാവരും കൂടെ തല്ലിച്ചതയ്ക്കുമ്പോഴും വിശാൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ ഇല്ല, യമുന ഇവിടെ ഇല്ല എന്നല്ലേ പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്ക് എന്നൊക്കെ പറയണേ. ആ സമയത്ത് ഗംഗ അവിടേക്ക് വരാണ്ട് ഗംഗ പറയുന്നുണ്ട്, യമുന ഇവിടെ ഒന്നുമില്ല വിനീതേട്ടാ, നമുക്ക് തെറ്റുപറ്റിയെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ കാവേരി പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് ഗംഗ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മൾ ഇവിടെ നിന്ന് സമയം കളയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും അവനെ അടിച്ചിട്ട് സത്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിശാൽ പറയുന്നുണ്ട്, ദേ ഞാൻ 100 തവണ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ഇല്ല യമുന, ഞാൻ യമുനെ കൊണ്ടുവന്നിട്ടില്ല, കൂട്ടുകാരായിട്ട് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അല്ലാതെ ഞാൻ യമുനെ തട്ടിക്കൊണ്ടൊന്നും വന്നിട്ടില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടിങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ വിനീതിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. നിവിനാണെന്നുണ്ടെങ്കിലും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, പക്ഷേ നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഒന്ന് ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിലേ തമിഴ്നാട് പോലീസ് ഇവിടെ ഓടിയെത്തും. പക്ഷേ തൽക്കാലം ഞാൻ അത് ചെയ്യുന്നില്ല, എനിക്ക് നിങ്ങളെ വേണ്ടതേ പുഷ്പവാടി വിളിച്ചിട്ടാണ്, എൻ്റെ അച്ഛൻ്റെ തോളോട് ചേർന്ന് നിന്നിട്ട് വേണം എനിക്ക് നിങ്ങളോട് പകരം ചോദിക്കാനായിട്ട്. ഇത് പിന്നെ തയ്യക്കാരൻ ചേട്ടാ, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു, പിന്നെ എൻ്റെ രക്തബന്ധമാണെന്നുള്ളൊരു പരിഗണന ഇനി നിവിൻ ചേട്ടനും ഇല്ല എന്നൊക്കെ വിശാൽ ഇങ്ങനെ വിളിച്ച് പറയുകയാണേ. ഇതേ സമയം അവരിങ്ങനെ പോകാൻ തയ്യാറാവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കാവേരി എവിടെയെന്ന് നിവിൻ ചോദിക്കുമ്പോൾ കാവേരിനെ വിളിക്കാൻ അകത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും കാവേരിക്കാണെന്നുണ്ടെങ്കിൽ യമുനയുടെ ബാഗ് കിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും കാവേരി യമുന ഇവിടെ ഉണ്ട് ഗംഗേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുമ്പോഴേക്കും അവരൊക്കെ അകത്തേക്ക് ഓടുകയാണ്. അവരകത്തേക്ക് ഓടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ആ 2 കൂട്ടുകാരും വിശാലും പുറത്തേക്ക് ഓടാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും കൂട്ടുകാരന്മാർ രണ്ടാളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വിശാലിനെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ വിനീത്, കഴുത്തിന് ചുറ്റി പിടിച്ച് നിർത്തുകയാണ്. ഇന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നിവിൻ അകത്തേക്ക് വരികയാണ് കേട്ടോ. നിവിൻ അകത്തേക്ക് വന്നിട്ട് എല്ലായിടത്തും നോക്കുകയാണ്. ആ സമയത്ത് നിവിൻ ഇങ്ങനെ കാണാൻ കേട്ടോ ഒരു ചാക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിവിൻ ഓരോ ചാക്ക് എടുത്തിങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് യമുനനെ അതിൻ്റെ അടിയിൽ കാണുന്നത്. യമുന എന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചിട്ട് നിവിൻ ആ ചാക്കുകളൊക്കെ വേഗം തന്നെ മാറ്റിയിട്ട് യമുനനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ യമുനനെ ഇവർ 3 പേരും കൂടെ വിളിക്കുന്നുണ്ട്, പക്ഷെ ബോധമില്ല. ഇതേ സമയം വിശാലിനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിനീത് ഒരു കസേര സൈഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ യമുനനെ വടിയൊക്കെ എടുത്തിട്ട് ഇവർ 2 പേരും മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവിന് ഓടിപ്പോയിട്ട് വെള്ളം കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മുഖത്ത് വെള്ളം തെളിച്ചിട്ട് യമുനനെ വിളിക്കുകയാണ്. അപ്പോൾ യമുന ഇങ്ങനെ ഉണരും കേട്ടോ. ഉണരുന്ന സമയത്ത് നിവി ചോദിക്കുകയാണ്, യമുനയ്ക്ക് വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം ഒക്കെ എടുത്ത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ വിശാലിൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ. യമുന ഗംഗനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നിവിനാണെന്നുണ്ടെങ്കിൽ വിശാലിനെ വഴക്ക് പറയാനായിട്ടാ, നിനക്ക് എങ്ങനെ തോന്നിയടാ ഇതൊക്കെ, നീ ആരാടാ പെണ്ണുങ്ങളോട് ഇങ്ങനത്തെ തെണ്ടിത്തരമൊക്കെ ചെയ്യാൻ പോകുന്നത്, എന്തായാലും നിൻ്റെ അത്രയ്ക്ക് തെണ്ടിത്തരമൊന്നും നിൻ്റെ അച്ഛൻ ജയബാലിനില്ല, അങ്ങേക്ക് എങ്ങനെ വന്ന് പറഞ്ഞടാ നീ, പെണ്ണുങ്ങളെ നീ ദേവിനെ പോലെ കാണണം, ബഹുമാനം വേണം അവരോട്, അല്ലാതെ ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരിയും വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ, ഇനി നീ അനുഭവിക്കാൻ പോകുന്നുള്ളടാ, കാവേരി പഠിപ്പിക്കുന്നതിന് എന്നൊക്കെ പറയുന്നുണ്ട്. വിശാലിന് ഒരു കൂൽക്കോല കേട്ടോ, ചിരിച്ചുകൊണ്ട് തന്നെയാണ് വിശാൽ ഇരിക്കുന്നത്. അന്നേരം നീ എന്തിനാണ് ഇവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ തോട്ടത്തിൻ്റെ രേഖകൾ, പണം ജയബാലങ്ങൾ വാങ്ങിച്ചിട്ട് പണം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ രേഖകളുള്ള ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്നും തോട്ടം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പണം തിരികെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, നീ ഇത്രയ്ക്ക് കഴുതിയായിപ്പോയല്ലോ എന്ന് ഗംഗ ചോദിക്കുകയാണ്. മിണ്ടാതിരിക്കുക ഗംഗ ചേച്ചി എന്ന് കാവേരി പറയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജയപാലിൻ്റെ ഫോണിലേക്ക് ഹർഷൻ വിളിക്കുകയാണ് കേട്ടോ. വിശാലിൻ്റെ കൂട്ടുകാരൻ വിളിക്കുകയാണ്. എന്നിട്ട് വിശാലിൻ്റെ കൂട്ടുകാരൻ ഞാൻ ഹർഷനാണെന്ന് പറയുമ്പോഴേക്കും വിശാൽ ഇവിടെ ഇല്ലടാ, അവൻ ബാംഗ്ലൂർ പോയിരിക്കുകയാണെന്ന് ജയപാലൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ബാംഗ്ലൂരൊന്നും പോയിട്ടില്ല അങ്കിളേ എന്ന് പറയാം. എന്ത് ബാംഗ്ലൂർ പോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, അതെ ബാംഗ്ലൂർ പോയിട്ടില്ല, അവനിവിടെ മാർത്താണ്ഡത്തുണ്ട് എന്ന് പറയും കേട്ടോ. മാർത്താണ്ഡത്തോ? അതെ, അങ്കിളിനോട് നുണ പറഞ്ഞതാണ്, ഞങ്ങൾ കൂട്ടുകാരും വിശാലും കൂടിയിട്ട് അവിടേക്ക് പോയതാണ്, പക്ഷെ അപ്പോഴേക്ക് നാട്ടിൽ നിന്നുള്ള 3-4 പേര് വന്നിട്ട് ഞങ്ങളെ ആക്രമിച്ചു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ ആക്രമിച്ചു, അത് ആരവരെന്ന് ചോദിക്കുകയാണ്. അത് അവിടെയുള്ള തയ്യൽക്കടക്കാരനും പിന്നെ ആ ഗൾഫുകാരൻ അരവിന്ദൻ്റെ മക്കളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, വിശാലിനെ അവർ വണ്ടി കയറ്റി കൊണ്ടുപോയി എന്ന് പറയും. അപ്പോഴേക്കും എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ജയപാലൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ്. നീ എന്തിനാണ് ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മറ്റാൾ.
ഞാൻ പറയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പ്രശ്നമാവും. അങ്കിൾ എന്തെങ്കിലും കുത്തി കുത്തി ചോദിച്ചാലേ നമുക്ക് സത്യം പറയേണ്ടി വരും. യമുനെ കൊണ്ടുപോയി അത് വിശാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താവും. എന്തായാലും വിശാലിൻ്റെ കാര്യം അങ്കിൾ നോക്കിക്കോളാം, അങ്കിളിൻ്റെ ജീവനാണ് വിശാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണവർ. പിന്നെ കാണിക്കുന്നത് ജയപാലിനും പ്രവീണയും കൂടിയിട്ട് ശാരദയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ, വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രവീണാണെന്നിട്ട് നേരെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പ്രവീണിനോട് പറയണം, അതെ ആട്ടെങ്കിൽ ഒതുങ്ങി മര്യാദയ്ക്ക് നിന്നോളാം, ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അവരോട് നല്ല രീതിയിൽ മയത്തിൽ നിന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയും. അപ്പോൾ പ്രവീണ ചോദിക്കുകയാണേ, അല്ല നമ്മൾ ഇത്രയും പിണങ്ങിയിരിക്കുന്ന സമയത്ത് അവർ അത് പറയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടി പറയാതിരിക്കാൻ അവർ പറ്റുന്നില്ല, ആ രാധമ്മയും ശാരദയൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്. പിന്നെ വിശാലിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. അവനെ നിന്നോട് നമ്മളോട് ബാംഗ്ലൂർ പോയി എന്നല്ലേ പറഞ്ഞത്, പക്ഷെ അവൻ ബാംഗ്ലൂരൊന്നും പോയിട്ടില്ല, അവനെ മാർത്താണ്ഡത്തുണ്ട്. മാർത്താണ്ഡത്തോ എന്ന് ചോദിക്കാൻ കേട്ടോ പ്രവീണ. അതെ മാർത്താണ്ഡത്ത്, ഇവിടുന്ന് യമുനെ കാണാതായത് അവനെ സംശയിക്കേണ്ട ഇരിക്കുന്നു. അവന് ചിലപ്പോൾ അവനതിൽ പങ്കുണ്ടെങ്കിലോ, അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ഒതുങ്ങി നിൽക്കണം എന്ന് ജയപാൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രവീണ പറയാം, ആ ശരി, എനിക്ക് അതിന് ജയപാലിൻ്റെ അത്രയ്ക്ക് അഭിനയിക്കാനൊന്നും അറിയൂല എന്ന് പറയട്ടെ. അഭിനയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഉണ്ടല്ലേ മോനെ കിട്ടൂല എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അകത്തേക്ക് കയറി വരാണ് കേട്ടോ. അപ്പോൾ പ്രവീൺ ഇങ്ങനെ ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും അല്ല വിളിക്കേണ്ടത്, രാധമ്മോ രാധമ്മോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണേ. അപ്പോഴേക്ക് രാധമ്മ ഇങ്ങനെ വരികയാണ് കേട്ടോ. രാധമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിന്നിട്ട്, വാടി ഇങ്ങോട്ട്, നീ എന്താ അവിടെ നിൽക്കുന്നത്, വാ, ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ എന്നൊക്കെ ജയപാൽ ഇങ്ങനെ പറയുകയാണേ. രാധമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞ്, അതെ നമ്മൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് സത്യം തന്നെയാണ്, എന്ന് വെച്ചിട്ട് ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ, വാ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ജയപാൽ അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണേ. അപ്പോൾ പ്രവീണ പറയാണ്, ഇവിടുത്തെ യമുനെ കാണാതില്ല എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് ഇതേ ജയപാലേട്ടന് ഉറക്കമൊന്നുമില്ല, എപ്പോഴും ഓരോരുത്തരോട് ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വരാമെന്ന് പ്രവീണ ഇങ്ങനെ പറയുകയാണേ. ഈ സമയത്ത് ചൂല് ബാക്കിൽ വെച്ചിട്ട് ശാരദ അകത്തേക്ക് വരികയാണേ. അപ്പോൾ ശാരദനെ കാണുമ്പോഴേക്കും ജയപാലൻ പറയും, വാ വാ പ്രവീണെ നമുക്കിവിടെ ഇരിക്കാം, ഇത് നമ്മുടെ വീട് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് സോഫയിൽ ഇങ്ങനെ ഇരിക്കാൻ പോകുമ്പോഴേക്കും ചൂലെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ കുത്താണ് കേട്ടോ. എന്നിട്ട് ജയപാലനോട് തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ഇറങ്ങി പോകാനായിട്ട്. ശാരദ പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുമ്പിട്ട വഴിക്ക് രണ്ടുപേരും കൂടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇരിക്കാൻ പറ്റില്ല, കാരണം ശാരദയുടെ കയ്യിൽ ചൂലുണ്ട്. അങ്ങനെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ പ്രമോയാണ് കാണിക്കുന്നത്. പ്രമോയിൽ ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വിശാലിനെ കൊണ്ടുവരുന്നത് കേട്ടോ. വിശാലിനെ അവരെ മുന്നിൽ വെച്ചിട്ടൊക്കെ ജയപാലൻ അടിക്കുന്നുണ്ട്. അപ്പോൾ യമുനെ തട്ടിക്കൊണ്ടുപോയത് വിശാലാണെന്ന് അറിയുമ്പോൾ ജയപാലിന് ദേഷ്യം വന്നിട്ട് ജയപാലൻ വിശാലിനെ മുഖത്തും പുറത്തൊക്കെ നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാടാ നീ ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാണ് അവളെ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ വിശാൽ പറയുന്നത് അച്ഛന് വേണ്ടിയിട്ടാണെന്ന് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ പോകുന്നതിന് ശേഷം നേരെ പോകുന്നത് രാജേശ്വരി വീട്ടിലേക്കാണ്. രാജേശ്വരി വീട്ടിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ഛന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, നിവിൻ ചേട്ടൻ കാരണമാണ് ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയട്ടെ. നിവിൻ ചേട്ടൻ കാരണം നടു റോഡിൽ വെച്ചിട്ട് കാവേരിയോട് ഐ ലവ് യു എന്ന് വിളിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നൊക്കെ പറയുകയാണേ. അങ്ങനെയൊക്കെ ഭാഗങ്ങൾ പ്രമോല് കാണിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് യമുനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയാണ് പ്രമോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.